മുനിശ്രേഷ്ഠവരമന്ത്രം ഹേതുവായി ഈ വിധം ജനിച്ചൂരണധീരൻ കർണൻ കുന്തിക്കൂ തനയനായി ഭവിച്ചു മുനിശ്രേഷ്ഠവരമന്ത്രം ഹേതുവായി ഈ വിധം ജനിച്ചൂരണധീരൻ കർണൻ കുന്തിക്കൂ തനയനായി ത്യജിച്ചു ജലധിയിൽ ക്ഷണം സുതനെ വ്യഥ പൂണ്ടു പ്രഥയും ലഭിച്ചു സൂതനു പുത്രനായി വീരനാൽ കർണനും ചലിച്ചു കർണസമീപേ കുന്തിയും മാതാവെന്ന പൊരുൾ ചൊന്നു ചലിച്ചു കർണസമീപേ കുന്തിയും മാതാവെന്ന പൊരുൾ ചൊന്നു തുടിച്ചു കർണമാനസം തുടിച്ചു കർണമാനസം മാതാവിനേകി ശപഥവും തുടിച്ചു കർണമാനസം മാതാവിനേകി ശപഥവും ഗമിച്ചു ദുര്യോധന സമേതം തോഴനായി പ്രണാഗണേ പതിച്ചു അടക്കളം തന്നിൽ പാർത്ഥബാണമേറ്റു കർണനും പതിച്ചു അടക്കളം തന്നിൽ പാർത്ഥബാണമേറ്റു കർണനും നിങ്ങളുടെ കാവ്യം സ്ക്രീനിൽ. ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം.
ആശയം വിശദീകരിച്ചോളൂ. അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ രാമാഭിഷേക വിഘ്നം എന്ന ഭാഗത്തിലെയാണ് ഈ വരികൾ. അപ്പോൾ കൈകേയി മന്ധരയുടെ കുശാഗ്രബുദ്ധിക്ക് വഴങ്ങി ദശരഥ മഹാരാജാവിനോട് വരങ്ങൾ ആവശ്യപ്പെടാൻ വേണ്ടി ക്രോധാലയത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗ്രന്ഥകർത്താവായ ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ തന്നെ പറയുകയാണ് ഈ വരികൾ. ശിഷ്ടനായുള്ളവൻ എന്നെങ്ങിരിക്കലും നല്ലവനായാലും നല്ല മനുഷ്യനായാലും സ്വയം ശിക്ഷിതനായാലും അങ്ങനെ സ്വയം നിയന്ത്രണമുള്ള ആളായാലും ദുഷ്ടസംഘം കൊണ്ട് ദുഷ്ടജനങ്ങളോട് കൂട്ടുകൂടുമ്പോൾ കാലക്രമേണ സജ്ജനങ്ങളാൽ നിന്ദിക്കപ്പെടും, അത് തീർച്ചയാണ് എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. അതുകൊണ്ട് ദുർജന സംസർഗം, ദുഷ്ടജനങ്ങളോടുള്ള കൂട്ടുകൂടൽ എത്ര പ്രയത്നിച്ചാലും നല്ല മനുഷ്യൻ അത് ഏറ്റവും അകലവേ എത്ര പ്രയത്നിച്ചിട്ടെങ്കിലും അത് ഉപേക്ഷിക്കണം. അഴുക്കു പറ്റിയ സ്വർണം നിഷ്പ്രഭമാണ്, അതിനതിൻ്റെ ശോഭ പോകുന്നതിന് തുല്യമാണിത്. നമുക്ക് അധപ്പതിക്കാൻ വളരെ നിമിഷ നേരം കൊണ്ട് സാധിക്കും, പക്ഷേ ഒരു സജ്ജനമാകാൻ വളരെ കാലങ്ങളും ഈശ്വര ഭജനയോടും കൂടി മാത്രമേ അത് സാധ്യമാകൂ. ദുഷ്ടജനമാകാൻ നിമിഷ നേരം കൊണ്ട് അനാവശ്യമായ ചിന്തകൾ വന്നാൽ നമുക്ക് ആകാം, അത് തീർച്ചയാണ്. അതുകൊണ്ട് വളരെ വലിയ അർത്ഥമാണ് എഴുത്തച്ഛൻ ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തത് ടീം ബിയോടാണ്. നിങ്ങളുടെ കാവ്യം സ്ക്രീനിൽ. താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ, പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനമിത്തമെല്ലാം പരിജ്ഞാതം മയാധുന. ആശയം വിശദീകരിച്ചോളൂ. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ ഏതാനും വരികളാണിത്. ശ്രീരാമൻ കൗസല്യോട് സംവദിക്കുന്ന സന്ദർഭമാണിത്. അച്ഛൻ്റെ ഹിതമറിഞ്ഞ് പറയാതെ തന്നെ അത് സസന്തോഷം ചെയ്യുന്നവനാണ് ഉത്തമനായ പുത്രൻ. പിതാവ് പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമൻ. പിതാവ് പറഞ്ഞിട്ടും അത് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവൻ മാതാപിതാക്കളുടെ മലം എന്നാണ് സജ്ജനങ്ങൾ പറയുന്നത്. അർജുന, പ്രണാമം ഗുരുദേവ. നിന്നേക്കാൾ ധനുർധാരിയായി ആരും ഈ ലോകത്തില്ലാത്ത വിധം ഞാൻ നിനക്ക് ധനുർവിദ്യ അഭ്യസിപ്പിക്കും. ഇത് വാക്ക്. ഗുരുനാഥ, ഈ അർജുനൻ അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ആയുധാഭ്യാസം പൂർത്തിയാവുന്ന കാലത്ത് ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടും. അത് നീ സാധിച്ചു തരണം. ശരി ഗുരുദേവ, അതെന്തായാലും ഞാനത് സാധിച്ചു തരും. വലങ്കൈ പെരുവിരലുകളിൽ വലം ചേർത്ത് ഞാൻ ചെവിയോട് മുറുക്കവേ ലക്ഷ്യമല്ലാതെ മറ്റൊന്നും മുൻപിൽ കാണാൻ പാടില്ല. ശരി ഗുരുദേവ. പിതാവേ, പറയൂ മകനെ. പിതാവേ, എനിക്ക് അസ്ത്രവിദ്യ പരിശീലിക്കണമെന്നുണ്ട്. അസ്തനപുരിയിലെ ദ്രോണാചാര്യർ അസ്ത്രവിദ്യ പരിശീലിപ്പിക്കുന്നുണ്ട്. പിതാവേ, എന്നെയും. അയ്യോ വേണ്ട മകനെ, നമ്മൾ നിശാതന്മാരാണ്, ഏറ്റവും താഴേക്കിടയിലുള്ളവർ. പിതാവേ, എന്നെ ഗുരുവിനടുത്തേക്ക് പോകാൻ അനുവദിച്ചാലും. മകനെ, ഏതൊരു പിതാവിനെ പോലെയും ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ
പിതാവേ, അങ്ങയുടെ ആ അർത്ഥസമ്മതം മാത്രം മതി. അങ്ങയുടെ മകൻ അസ്ത്രവിദ്യ പഠിക്കുക തന്നെ ചെയ്യും. പോകൂ, നിന്റെ ആഗ്രഹം സാധിച്ചു വരൂ. പ്രണാമം ഗുരുദേവ. നീ ആരാണ്? എന്താണ് ഇവിടെ? ഞാൻ നിഷാദ രാജകുമാരനായ ഏകലവ്യനാണ്. അങ്ങയിൽ നിന്നും അസ്ത്രവിദ്യ പരിശീലിക്കാനായി എത്തിയതാണ്. രാജാക്കന്മാരായ പാണ്ഡവർ അഭ്യസിക്കുന്ന കളരിയാണ് ഇവിടം. ഇവിടെ അവരോടൊപ്പം ചേർന്ന് വെറുമൊരു കാട്ടാളബാലനായ നിന്നെ അഭ്യസിപ്പിക്കാനോ? അസാധ്യം. കാട്ടാളന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ധനുർവിദ്യ. നിനക്ക് പോകാം. ഏയ്, ഞാൻ വേട്ടയാടിയ മൃഗത്തെ വേട്ടയാടിയ നീ ആരാണ്? ഞാൻ നിഷാദ രാജാവായ ഹിരണ്യധനുസിന്റെ പുത്രൻ ഏകലവ്യൻ. അങ്ങ് ആരാണ്? ഞാൻ മധ്യമ പാണ്ഡവൻ, ദ്രോണശിഷ്യൻ അർജുനൻ. നിനക്കെങ്ങനെയാണ് ഇത്രയുമധികം ശരങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നത്? നിന്റെ ഗുരു ആര്? എന്റെ ഗുരു ആചാര്യ ദ്രോണർ. എന്ത്? നീ ദ്രോണശിഷ്യനോ? അതെ, ഇവന്റെ ഗുരു എന്റെ ഗുരു ദ്രോണാചാര്യർ തന്നെയാണോ? എങ്കിൽ എനിക്ക് അറിവില്ലാത്ത വിദ്യകളൊക്കെ ഗുരുവിനെ അഭ്യസിപ്പിച്ചിരിക്കുന്നു. പ്രണാമം ഗുരുദേവ. എന്താ കുമാര ഒരു വിഷാദം? ഗുരുനാഥ, അങ്ങ് പറഞ്ഞത് അങ്ങയ്ക്ക് എന്നേക്കാൾ മികച്ചൊരു ശിഷ്യൻ ഇല്ലെന്നല്ലേ? പക്ഷേ എന്നേക്കാൾ സമർത്ഥനായ ഒരു ശിഷ്യൻ അങ്ങയ്ക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്താണ് പാർത്ത നീ പറയുന്നത്? ശിഷ്യനോ? നിന്നേക്കാൾ സമർത്ഥനായ ശിഷ്യനോ? പറയൂ, ആരാണവൻ? അതേ ഗുരുദേവ, നിഷാദപുത്രനായ ഏകലവ്യൻ. എന്താണ് പാർത്ത നീ പറയുന്നത്? അവൻ പറയുന്നത് അവൻ അങ്ങയുടെ ശിഷ്യനാണെന്ന്. മാത്രവുമല്ല, എന്നേക്കാൾ സമർത്ഥനുമാണവൻ. കുമാര, നീ എവിടെ നിന്നാണ് ഈ വിദ്യകൾ അഭ്യസിച്ചത്? ഗുരു, ധനുർവിദ്യ പഠിക്കാനുള്ള അതിയായ ആഗ്രഹത്താൽ അങ്ങയെ മനസ്സിൽ ധ്യാനിച്ച് ഈ മൺപ്രതിമ ഉണ്ടാക്കി ഞാൻ ആയുധവിദ്യകൾ പരിശീലിച്ചു. അർജുന, നിന്നേക്കാൾ പ്രിയപ്പെട്ടവനായി എനിക്ക് മറ്റാരുമില്ല. എന്റെ എല്ലാ സിദ്ധികളും ഞാൻ നിനക്ക് പകർന്നു നൽകും. ഈ ഭൂമിയിൽ നിന്നേക്കാൾ മികച്ച ശിഷ്യൻ ഈ ദ്രോണർക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. ഗുരുദേവ, അങ്ങയുടെ വാക്കുകൾ. ദ്രോണാചാര്യർ വാക്ക് തെറ്റിക്കാറില്ല. കുമാര ഏകലവ്യ, നീ എന്റെ ശിഷ്യനല്ലേ? അതെ. എങ്കിൽ ഗുരുവിന് ഗുരുദക്ഷിണ നൽകണം. എന്നാലേ വിദ്യ ഫലിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഗുരുശാപത്തിന് ഇരയാകും നീ. പറഞ്ഞാലും ഗുരുദേവ, പറഞ്ഞാലും അങ്ങേക്ക് ഗുരുദക്ഷിണയായി നൽകാൻ കഴിയാത്തതായി എനിക്ക് ഈ ലോകത്ത് മറ്റൊന്നുമില്ല. അങ്ങ് പറഞ്ഞാലും. എങ്കിൽ നിന്റെ വലതു കൈയിലെ പെരുവിരൽ എനിക്ക് ഗുരുദക്ഷിണയായി നൽകിയാലും. ഇതാ ഗുരുദേവ, അടിയന്റെ ഗുരുദക്ഷിണ.
മഹാഭാരതത്തിലെ പ്രസിദ്ധനായ രാജാവും ചന്ദ്രവംശത്തിലെ പ്രമുഖനായ ആദ്യത്തെ രാജാവുമായ നാം പുരൂരവസാണ്. അത്രി മഹർഷിയിൽ നിന്ന് ചന്ദ്രനും, ചന്ദ്രനിൽ നിന്ന് ബുധനും, ബുധന് ഇളയിലുണ്ടായ പുത്രനാണ് നാം. ചന്ദ്രനിൽ നിന്ന് ഉത്ഭവിച്ച വംശമായതിനാൽ ചന്ദ്രവംശം എന്നറിയപ്പെടുന്നു. ദേവാദിദേവനായ ദേവേന്ദ്രൻ അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ അവരെ തോൽപ്പിക്കുവാനായി നമ്മുടെ സഹായം തേടിയിരുന്നു. തൻ്റെ തേജോബലം കൊണ്ട് 100 അശ്വമേധയാഗം നടത്തി ഇന്ദ്രതുല്യനായ നാം ഒരിക്കൽ പോലും ഇന്ദ്രപദം അലങ്കരിക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. മനോഹരമായ ഹിമാദ്രി ശൃംഗത്തിൽ ബ്രഹ്മാവിനെ ആരാധിച്ച് 7 ദ്വീപിനും അധിപതിയായി നാം പരിലസിച്ചു കൊണ്ടിരിക്കെ ധർമാർത്ഥ കാമങ്ങൾ 3 മൂർത്തികളായി രൂപമെടുത്തു നമ്മെ പരീക്ഷിക്കുവാൻ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു. മൂവരെയും ഞാൻ യഥോചിതം സൽക്കരിച്ചു. എങ്കിലും ധർമ്മത്തെ കൂടുതലായി പൂജിച്ചുവെന്ന് പറഞ്ഞ് അർത്ഥകാമങ്ങൾ നമ്മെ ശപിച്ചു. ലോഭത്തിൽ നശിക്കുമെന്ന് അർത്ഥം ശപിച്ചപ്പോൾ ഉർവശിയുമായി വേർപിരിഞ്ഞ് ഉന്മത്തനായി തീരുമെന്ന് കാമവും ശപിച്ചു. ഇതു കേട്ട് ധർമ്മം പറഞ്ഞു, അല്ലയോ പുരൂരവസേ, ധർമ്മത്തിന്റെ മാർഗത്തിൽ കൂടി കടന്നു പോകുന്നതിനാൽ നീ ധർമ്മിഷ്ഠനായും ചിരഞ്ജീവിയായും നിലനിൽക്കട്ടെ എന്നെന്നെ അനുഗ്രഹിച്ചു. കാലം കലിയുഗമായതുകൊണ്ടാകാം അധർമ്മങ്ങൾ കൂടുകയും ധർമ്മത്തിന് നാശം സംഭവിക്കുകയും ചെയ്യുന്നത്. അതിനാൽ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ധർമ്മിഷ്ഠരായി ജീവിക്കാൻ നാം ഓരോരുത്തർക്കും കഴിയട്ടെ. അപ്പൊ ഉർവശി പോയതിൽ ഭയങ്കര വിഷമത്തോടെയൊക്കെയാണ് പറഞ്ഞത് അല്ലേ? പക്ഷെ അനുഗ്രഹം കിട്ടിയതില് സന്തോഷം ഉണ്ടായി. അപ്പൊ ഏതായാലും ഇനി നമ്മള് ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അവിടെയാണ് നമുക്കൊരു ശരിക്കുള്ള റൗണ്ട് തുടങ്ങുന്നത് അല്ലേ? ആദ്യത്തെ ചോദ്യം, പുരൂരവസിന്റെ പിതാവിന്റെ പേര്? എൻ്റെ പിതാവിൻ്റെ പേര് ബുധൻ എന്നാണ്. സർ, ഉത്തരം ശരിയാണ്. ശരിയാണ്. ഉർവശിക്ക് ആ പേര് ലഭിച്ചതെങ്ങനെ? ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിക്കൽ തൻ്റെ തൊടയിലടിച്ചപ്പോൾ ഉർവശി ഉണ്ടായതെന്നാണ് ചരിത്രം പറയുന്നത്. ഉത്തരം ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം, പുരൂരവസിന്റെ പുത്രനായി സങ്കല്പിക്കപ്പെടുന്ന അഗ്നി ആര്? ജദാഗ്രസ് എന്നാണ്. ശരിയാണോ സർ? അല്ല, ഉത്തരം തെറ്റാണ്. ജാതവേദസ് എന്നാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം, ദേവാസുര യുദ്ധത്തിൽ വിജയിച്ചതിനെ തുടർന്ന് ഇന്ദ്രൻ കൊണ്ടാടിയ ഉത്സവത്തിൽ വച്ച് പുരൂരവസിനെ ശപിച്ചതാരാണ്? തുമ്പുരു എന്ന് പറയുന്ന മഹർഷി. ഉത്തരം ശരിയാണ്. ശരിയാണ്. അവസാനത്തെ ചോദ്യം, ഉർവശിയെ ഭാര്യയായി കിട്ടുവാൻ പുരൂരവസിന് അംഗീകരിക്കേണ്ടി വന്ന 3 വ്യവസ്ഥകൾ ഏതെല്ലാം? ഉർവശി നമ്മുടെ പത്നിയായി തീരുവാനായി 3 നിർദ്ദേശമാണ് നമ്മളോട് പറഞ്ഞത്. ഒന്നാമത്, താൻ തൻ്റെ മക്കളെ പോലെ കരുതിയ 2 ആട്ടിൻകുട്ടികളെ കൊണ്ടുവരും. അവരുടെ സുരക്ഷ തൻ്റെ കയ്യിലാണെന്ന് എന്നോട് പറഞ്ഞു. രണ്ടാമതായി, അവൾ നെയ് മാത്രമേ ഭക്ഷിക്കുകയുള്ളെന്നും പറഞ്ഞു. മൂന്നാമതായി, ലൈംഗിക ആവശ്യത്തിനല്ലാതെ നഗ്നരായി കാണല്ലെന്നും ആണ് ആവശ്യപ്പെട്ടത്. ശരിയാണോ സർ? 3 ഉത്തരം ശരിയാണ്.
നമുക്ക് പ്രശ്നോത്തരത്തിലേക്ക് പ്രവേശിക്കാം അല്ലേ? ശരി. ആദ്യത്തെ ചോദ്യം അമൃത വിദ്യാലയം പേരൂർ കൊല്ലം. ഭഗവത് വചനമനുസരിച്ച് അവ്യയമായ യോഗത്തെ മനു ആർക്കാണ് ഉപദേശിച്ചത്? എ വിവസ്വാൻ, ബി കൃഷ്ണൻ, സി ഇക്ഷ്വാകു, ഡി വേദവ്യാസൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ സി ഇക്ഷ്വാകു. സി ഇക്ഷ്വാകു അല്ലേ? ലോക്ക് ചെയ്യാലോ അല്ലേ? ശരി, ശരിയാണോ? സി ഇക്ഷ്വാകു ലോക്ക് ചെയ്യാം. ശരിയാണോ തെറ്റാണോ നോക്കാം. ഉത്തരം ശരിയാണ്. നല്ലൊരു തുടക്കം. ആദ്യത്തെ ചോദ്യം തന്നെ ശരി ഉത്തരായിരിക്കാണ് അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം MGM അല്ലേ? MGM മോഡൽ സ്കൂൾ വർക്കല. യോഗികൾ ചിത്തശുദ്ധിക്കായി എന്തിനെ ഉപേക്ഷിച്ച് കർമ്മം ചെയ്യുന്നു? എ സംഘം, ബി ആഗ്രഹം, സി കോപം, ഡി ജ്ഞാനം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. സമയമുണ്ട്, ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞാൽ മതി. നന്നായി ഡിസ്കസ് ചെയ്തൊരു ഉത്തരത്തിൽ എത്തിയാൽ മതി. 20 സെക്കൻഡ്സ്, 15 സെക്കൻഡ്സ്. ആര് പറഞ്ഞോളൂ. പറയുമെന്നുള്ള ചർച്ചയിലാണ്. സംഘം. എ സംഘം ലോക്ക് ചെയ്യാം. എ സംഘം ലോക്ക് ചെയ്യാം. ശരിയാണോ തെറ്റാണോ നോക്കാം. ഉത്തരം ശരിയാണ്. അപ്പോൾ രണ്ടുപേരും അതെ. നല്ല തുടക്കത്തിലാണ്. അടുത്ത ചോദ്യം വീണ്ടും അമൃത വിദ്യാലയ. യോഗാചാര്യനായ കൃഷ്ണന്റെ അഭിപ്രായത്തിൽ എന്താണ് യോഗം? എ ദുഃഖങ്ങളുമായി ചേരാതിരിക്കുന്നത്, ബി ആസനങ്ങളും പ്രാണായാമവും സ്വീകരിക്കുന്നത്, സി ഹഠയോഗം, ഡി ചിത്തവൃത്തി നിരോധം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. 25 സെക്കൻഡ്സ് ബാക്കി. ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയാൽ മതി. 10 സെക്കൻഡ്സ് ബാക്കി. ഇനി വേഗാവാം അല്ലേ? പറഞ്ഞോളൂ. 5 മൈക്ക് seconds. മൈക്ക്. പറയൂ 2 1. സി ഹഠയോഗം. സി ഹഠയോഗം ലോക്ക് ചെയ്യട്ടെ. സി ഹഠയോഗം ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ഉത്തരം തെറ്റാണ്. നമുക്ക് ചോദ്യം MGM മോഡൽ സ്കൂൾ വർക്കല. അറിയണമെങ്കിൽ പറഞ്ഞോളൂ. ഡി ചിത്തവൃത്തി നിരോധം. ഡി ചിത്തവൃത്തി നിരോധം ലോക്ക് ചെയ്യട്ടെ. ശരി, ലോക്ക് ചെയ്യാം. ചിത്തവൃത്തി നിരോധം. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ഉത്തരം തെറ്റാണ്. ക്വിസ് മാസ്റ്റർക്കാണ് പോയിന്റ്. ഓപ്ഷൻ എ ദുഃഖങ്ങളുമായി ചേരാതിരിക്കുക, ഇതാണ് ശരി ഉത്തരം. എന്തായാലും ക്വിസ് മാസ്റ്റർക്ക് Point. മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതെ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം, ഇതിപ്പോൾ നിങ്ങൾക്ക് പാസ് ചെയ്ത് കിട്ടിയതല്ലേ, നിങ്ങൾക്കുള്ള ചോദ്യം നമുക്ക് നോക്കാം. സർവ വേദങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ രൂപം. ഓപ്ഷൻ എ മന്ത്രം, ബി മഹാവാക്യങ്ങൾ, സി ഛന്ദസ്സുകൾ, ഡി പ്രണവം. സമയം ആരംഭിക്കുന്നു. ആര് പറയും? ഇതിനു മുമ്പത്തെ ഞാൻ പറഞ്ഞില്ല, ഇത് നീ പറയുന്നൊക്കെ. ഈ പ്രണവം. ഡി പ്രണവം ലോക്ക് ചെയ്യട്ടെ. ഉറപ്പിച്ചു? ശരി, ഡി പ്രണവം ലോക്ക് ചെയ്യാം. ശരിയാണോ തെറ്റാണോ നോക്കാം. ഉത്തരം ഉത്തരം ശരിയാണ്. അപ്പോൾ MGM മോഡൽ സ്കൂളിന് വീണ്ടും മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അതെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം അമൃത. പരമപുരുഷനെ ഗീത 8-ാം അധ്യായം ആരോട് ഉപമിച്ചിരിക്കുന്നു? പരമപുരുഷനെ ഗീത 8-ാം അധ്യായം ആരോട് ഉപമിച്ചിരിക്കുന്നു? എ സൂര്യനോട്,
ബി ചന്ദ്രനോട്, സി അഗ്നിയോട്, ഡി നക്ഷത്രങ്ങളോട്. സമയം ആരംഭിക്കുന്നു. 30 സെക്കൻഡ്സ് ഉണ്ട്, പക്ഷെ ലാസ്റ്റത്തെ ഒരു സെക്കൻഡ് വരെ താമസിക്കണ്ടല്ലേ? അറിയണമെങ്കിൽ വേഗം പറയുന്നതായിരിക്കും നല്ലത്. 20 സെക്കൻഡ്സ് ബാക്കി. ഓപ്ഷൻ സി അഗ്നിയോട്. ഓപ്ഷൻ സി അഗ്നിയോട്. അവർക്ക് തന്നെ ഒരു സംശയത്തിലാണ്. ലോക്ക് ചെയ്യട്ടെ? തീക്കളിയാണെന്നൊക്കെ. അതെ. ഓപ്ഷൻ എ സൂര്യനോട്. ഓപ്ഷൻ എ സൂര്യനോട്. ലോക്ക് ചെയ്യാം? ഉറപ്പിച്ചു. എ ലോക്ക് ചെയ്യാം. ശരിയാണോ തെറ്റാണോ നോക്കാം. ഉത്തരം ശരിയാണ്. എന്ത് തോന്നിയാൽ അവസാന നിമിഷം മാറ്റാനായിട്ട്? അവൻ ആദ്യമേ സൂര്യൻ എന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ ഉറപ്പിച്ചു. അത് വളരെ നല്ലൊരു തീരുമാനമായി. അടുത്ത ചോദ്യം വീണ്ടും MGM മോഡൽ സ്കൂൾ വർക്കല. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. നിഗ്രഹിക്കാൻ പ്രയാസമായ മനസ്സ് താഴെ പറയുന്നവയിൽ ഏതിനാൽ നിയന്ത്രണ വിധേയമാകുന്നു? മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള ഉപായങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിക്കുന്നത്. എ ഭക്തി ഉപാസനകളാൽ, ബി വൈരാഗ്യ അഭ്യാസങ്ങളാൽ, സി യോഗജ്ഞാനങ്ങളാൽ, ഡി സത്യധർമ്മങ്ങളാൽ. സമയം ആരംഭിക്കുന്നു. ബി വൈരാഗ്യ അഭ്യാസങ്ങളാൽ. ബി വൈരാഗ്യ അഭ്യാസങ്ങളാൽ. ലോക്ക് ചെയ്യാം? ബി ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ശരി ഉത്തരാണ്. ഹേയ്, വേഗം പോകൂ. വേഗം കുതിരയുടെ കടിഞ്ഞാണുകൾ വേഗം വലിച്ചു വിടൂ. എങ്ങും അപശകുനങ്ങളും ഒരു മൂകതയും. ഈ പകലിൽ കൂമനുകളും വാവലുകളും മൂളുകയും ചിറകടിക്കുകയും ചെയ്യുന്നു. എങ്ങും ഒരു ശ്മശാന മൂകത. ആളുകൾ ഒരു ദുഃഖവാർത്ത ശ്രവിച്ചതുപോലെ, എന്നെ ഇഷ്ടമില്ലാത്തവരെ പോലെ ആളുകൾ മുഖം തിരിച്ച് മറഞ്ഞു നിൽക്കുന്നു. ഹേയ്, വേഗം പോകൂ. എന്തോ ഒരു ദുർനിമിത്തം കാണുന്നു. രഥം വേഗം പാഞ്ഞു. നഗരം നിശബ്ദമാണ്. പീടികകൾ അടഞ്ഞു കിടക്കുന്നു. വർത്തക പ്രമാണിമാരാരെയും കാണുന്നില്ല. കൊട്ടാര കോട്ടവാതിൽ അടഞ്ഞു കിടക്കുന്നു. അയോധ്യ രാജധാനിയും കൊട്ടാരവും ശോകമൂകമാണ്. കാര്യമറിഞ്ഞപ്പോൾ ഞാൻ അന്തിച്ചുപോയി. അങ്ങിങ്ങായി ഋഷികളും കൊട്ടാര ഉപദേഷ്ടാക്കളും സാമന്തന്മാരും കാത്തു നിൽക്കുന്നു. അച്ഛൻ വാനത്തിലാണ്, ജ്യേഷ്ഠൻ വനത്തിലും. ഞാൻ ഉറയില് വാൾ തപ്പി, അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കാരണക്കാരി എന്റെ മാതാ കൈകേയിയെ അറുത്തു വീഴ്ത്തുവാനുള്ള അരിശമുണ്ടായിരുന്നു. സ്ത്രീവധം, വിശിഷ്യ മാതൃഹത്യ. ഇല്ല, പാടില്ല. ഒന്ന് തീരുമാനിച്ചു. സ്വന്തം കണ്ടം ഛേദിച്ച് ഇതിൽ നിന്നും മുക്തി നേടാം. ഞാൻ ഉറയിൽ നിന്നും മിന്നിത്തിളങ്ങുന്ന വാൾ വലിച്ചൂരി എന്റെ കണ്ടത്തിന് നേരെ വീശി. അപ്പോൾ ശത്രുഘ്നൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ കഴുത്തിൽ നിന്നും തല വേർപെട്ടേനെ. ശത്രുഘ്നന്റെ ആ പ്രതിരോധം എന്നെ സാമാന്യ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എന്റെ നേരെ വന്ന മാതാ കൈകേയിയെ ഞാൻ രൂക്ഷമായി നോക്കി. എന്നാലും ഇത്രയും ആകാമോ? പുത്രസ്നേഹത്തിന് ഒരു അതിരില്ലേ? പ്രജകൾ ഈശ്വരതുല്യം സ്നേഹിക്കുന്ന പുരുഷോത്തമനായ രാമനെ കാട്ടിലയക്കുക, എന്നെ രാജാവാക്കുക, അസംഭവ്യം. ഞാൻ വനത്തിലേക്ക് തിരിച്ചു. എന്നോടൊപ്പം ആളുകൾ ശത്രുഘ്നനും വസിഷ്ഠ മുനിയും. ഞാൻ വനത്തിലേക്ക് പോകുന്നു എന്ന വാർത്ത അറിഞ്ഞെത്തിയ വൻ ജനാവലിയും. ഒരു തേരിൽ വസിഷ്ഠ മുനിയും അരുന്ധതിയും, മറ്റൊന്നിൽ മാതാ കൗസല്യയും സുമിത്രയും. ഞാനും ശത്രുഘ്നനും കാൽനടയായി. ഗുഹൻ
വഴികാട്ടിയായി. ചിത്രകൂട പർവ്വത താഴ്വരയിൽ മുഴുവൻ ജനങ്ങളോടും വിശ്രമിക്കാൻ നിർദ്ദേശിച്ച് ഞങ്ങൾ 6 പേരും രാമാശ്രമ വനിയിലെത്തി. അച്ഛന്റെ മരണവാർത്ത അറിയിച്ചു. അദ്ദേഹം കണ്ണീരൊഴുകി വിലപിച്ചു. മുനി വസിഷ്ഠൻ ആശ്രമ പരിസരത്ത് ഉദയക്രിയയ്ക്ക് ഏർപ്പാടുണ്ടാക്കിയതിനു ശേഷം അയോധ്യ രാജധാനി അനാഥമാണെന്നും എനിക്ക് രാജഭരണത്തിൽ താല്പര്യമില്ലെന്നും അറിയിച്ചു. മാതാക്കളും മുനിശ്രേഷ്ഠനും ശത്രുഘ്നനും വളരെ നന്നായി തിരിച്ചു വരാൻ അപേക്ഷിച്ചു. ഇല്ല, 14 വർഷം. ഈ കാനനമാണ് എന്റെ അയോധ്യ. തിരിച്ചുവരവ് 14 വർഷത്തിന് ശേഷം മാത്രം. ജ്യേഷ്ഠൻ തന്റെ ദൃഢമായ വാക്കുകളിൽ നിന്നും പിന്നോട്ടില്ല. 14 വർഷത്തിന് ശേഷം തിരിച്ചു വരാത്ത പക്ഷം ഒരു അഗ്നികുണ്ഡം കൂട്ടി അതിൽ പ്രവേശനം നടത്തുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു. ജ്യേഷ്ഠ, താങ്കൾ വരുന്നില്ലെങ്കിൽ താങ്കളുടെ കാൽപാദങ്ങൾ സംരക്ഷിക്കുന്ന പാദുകങ്ങൾ നൽകണം. അതിനെ പ്രതീകമാക്കി എനിക്ക് രാജഭരണം സഫലമാക്കാം. അദ്ദേഹം അതനുസരിച്ചു. ഞാൻ ഭക്ത്യാദരപൂർവം പാദുകങ്ങൾ ഏറ്റുവാങ്ങി ശിരസിലേക്ക് വച്ചു. അയോധ്യയിലേക്ക് തിരിച്ചു. ശ്രീരാമ സാന്നിധ്യമില്ലാത്തതിനാൽ അയോധ്യ രാജധാനി ശോകമൂകമാണെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ മാതാ കൈകേയിയുടെ സാന്നിധ്യം എനിക്ക് നിന്ദ്യമായി അനുഭവപ്പെട്ടു. ആയതിനാൽ രാജകീയ സൗകര്യങ്ങളെല്ലാം വെടിഞ്ഞ് രാജധാനിക്ക് അടുത്തുള്ള നന്ദി ഗ്രാമത്തിൽ പാദുകങ്ങൾ പ്രതിഷ്ഠിച്ച് രാജഭരണം സഫലമാക്കി. ജ്യേഷ്ഠന്റെ തിരിച്ചുവരവിന് ശേഷം രാജഭരണം ഏൽപ്പിച്ച് സ്വസ്ഥമായി. അപുത്രതാ ദുഃഖത്താൽ ക്ലേശിച്ച രാജ ദശരഥൻ പുത്രകാമേഷ്ടി യാഗം നടത്തി. അതിൽ നിന്ന് ഉയർന്നു വന്ന മൂർത്തി നൽകിയ പായസം കഴിച്ച് കേകേയ പുത്രിയായ കൈകേയി പ്രസവിച്ചു. വിഷ്ണു വംശജാതനായ ഭരതൻ, ഭാര്യ മാണ്ഡവി, സുബാഹുവും ശൂരസേനൻ എന്നും 2 പുത്രന്മാർ. ശ്രീരാമചന്ദ്രന്റെ അയോധ്യ ഭരണകാലത്ത് ഗന്ധർവന്മാരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോൾ അവരെ അമർച്ച ചെയ്ത് ഭരണം സുഖകരമാക്കി. സിന്ധു നദീതീരത്ത് 2 ഗ്രാമങ്ങൾ പണിത് പുത്രന്മാരെ അവിടെ താമസിച്ചു. അന്ന് ജ്യേഷ്ഠൻ തന്റെ സരയൂ നദീതീരത്തേക്ക് എല്ലാം ഉപേക്ഷിച്ച് ഓളപ്പരപ്പിലേക്ക് അടുക്കുന്നതായി കണ്ടു. ഞങ്ങളും നോക്കി നിന്നില്ല. ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നു. ഓം അമൃതേശ്വരി നമഃ. നമ്മളുടെ കുഞ്ഞുനാൾ മുതൽ നമ്മൾ അമ്മയോട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കാറില്ലേ? എന്താ അമ്മേ അങ്ങനെ? നമ്മൾ എന്താ പറക്കാത്തത്? അമ്പിളി മാമൻ എന്താ താഴോട്ട് വീഴാത്തത് എന്നൊക്കെ അമ്മ സ്നേഹപൂർവം നമുക്ക് ഉത്തരം നൽകും. ഇതേപോലെ ജിജ്ഞാസുവായി ഭഗവാനോട് ഞാൻ ആരാണ്, ഭഗവാൻ എവിടെയാണ്, ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്നിങ്ങനെ ചോദിച്ചാൽ ഭഗവാൻ ഉത്തരം നൽകും. അങ്ങനെ വെറുതെ ചോദിച്ചാൽ പോരാ, ആ ഉത്തരം മനസ്സിലാക്കാനുള്ള യോഗ്യത നമ്മുടെ മനസ്സിന് വേണം. എന്താണ് ഈ യോഗ്യത? അമ്പോട്ടിയമ്മ പറഞ്ഞു, ഒരു കഥയിലൂടെ പറയാം. ഒരിക്കൽ ഒരാൾ ഒരു ഗുരുവിന്റെ അടുത്ത് പോയി ചോദിച്ചു, ഗുരു, ആരാണ് ഞാൻ? ഈ ലോകം എങ്ങനെയുണ്ടായി? ഭഗവാൻ എവിടെയാണ്? അപ്പോൾ ഗുരു പറഞ്ഞു, തത്വമസി. ഇതു കേട്ട ശിഷ്യന് ഒന്നും മനസ്സിലായില്ല എന്ന് മാത്രമല്ല, ഈ ഗുരുവിന് ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് അവിടം വിട്ടു. പിന്നെ വേറൊരു ഗുരുവിന്റെ അടുത്ത് പോയി ഇതേ ചോദ്യം ചോദിച്ചു. അപ്പോൾ ആ ഗുരു പറഞ്ഞു, നീ ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് എന്റെ കൂടെ നിന്നാൽ ഞാൻ ഉത്തരം നൽകാം. ശിഷ്യൻ സമ്മതിച്ചു. കാലം കടന്നുപോയി. ശിഷ്യൻ വീണ്ടും ഇതേ ചോദ്യം ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, തത്വമസി. അപ്പോൾ ശിഷ്യൻ കണ്ണുകൾ അടച്ച് സമാധിയിലായി. നോക്കൂ, 2 ഗുരുക്കന്മാരും പറഞ്ഞത് ഒരേ ഉത്തരമാണ്. പക്ഷേ രണ്ടാമത്തെ ഗുരുവിൽ നിന്നും യോഗങ്ങൾ അഭ്യസിച്ച് മനഃശുദ്ധി വരുത്തി ഭഗവാനിൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞതിനു ശേഷമാണ് ഉത്തരം കിട്ടിയത്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത് എന്ന്? ഇക്കാര്യം
ശ്രീമദ് ഭഗവത്ഗീതയിലെ 7-ാം അധ്യായമായ ജ്ഞാനവിജ്ഞാന യോഗത്തിലെ 1-ാം ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനനോട് പറയുന്നു, മയ്യാസക്തമനാ പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയഃ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തച്ഛൃണു. ഭഗവാൻ പറയുകയാണ്, ഹേ പാർത്ഥ, എന്നിൽ ആസക്ത ചിത്തനായി ഉറപ്പിച്ച മനസ്സോടുകൂടി യോഗങ്ങൾ അഭ്യസിച്ചവനുമായ നീ എന്നെ പൂർണ്ണമായും സംശയരഹിതമായും അറിയുന്നത് എപ്രകാരമാണെന്ന് കേട്ടുകൊള്ളുക. ഭഗവാനെ പൂർണ്ണമായും അറിയണമെങ്കിൽ നമുക്ക് എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത്? ആസക്ത ചിത്തനായിരിക്കണം, പൂർണ്ണ ശരണാഗതി വേണം, യോഗങ്ങൾ അഭ്യസിക്കുകയും ചെയ്യണം. എന്താണ് ആസക്തി? ഒട്ടിപ്പിടിക്കൽ. നമ്മുടെ മനസ്സ് എപ്പോഴും എന്തിലെങ്കിലും ഒട്ടിയിരിക്കും, അതായത് ബന്ധിച്ചിരിക്കും. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും സന്തോഷിക്കാൻ കഴിയുന്നില്ല. നമ്മളല്ലല്ലോ നമ്മുടെ സന്തോഷം തീരുമാനിക്കുന്നത്, ആ വസ്തുക്കളല്ലേ. ഇത് തിരിച്ചറിഞ്ഞ് ബാഹ്യവസ്തുക്കളിൽ നിന്നും നമ്മുടെ മനസ്സിനെ മാറ്റി ഭഗവാനിൽ ഒട്ടിക്കുന്നതാണ് ഭക്തി, പരമഭക്തി. ഒരു നിമിഷം പോലും വിടാതെ സദാ ഭഗവാനിൽ ഒട്ടിയിരിക്കുന്ന അവസ്ഥ, മമതയില്ലാത്ത നിസ്വാർത്ഥമായ ഭക്തി. പരമഭക്തനായ പ്രഹ്ലാദനു വേണ്ടി ഭഗവാൻ നരസിംഹമൂർത്തിയായി അവതരിച്ചു. ഇതാണ് പരമഭക്തി. അപ്പോൾ നമുക്കൊരു സംശയം വരാം, നമ്മളും ഭക്തരല്ലേ? അതെ, 2 തരം ഭക്തിയുണ്ട്, സകാമ ഭക്തി, നിഷ്കാമ ഭക്തി. ദുഃഖങ്ങളും പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും നിരത്തി ഭഗവാനെ ആശ്രയിക്കുന്നവരാണ് സകാമ ഭക്തർ. ചില സകാമ ഭക്തർ ആഗ്രഹം നടക്കാതെ വന്നാൽ ഭഗവാനെ കുറ്റവും പറയും. ഇതെന്തൊരു ഭഗവാനെ ഇത്, പുഷ്പാഞ്ജലി ചെയ്തിട്ടും ഭഗവാൻ എന്നെ തോപ്പിച്ചു, ഇനി ഞാൻ പോവില്ല. അവിടെ തീർന്നു ആ ഭക്തി. ഭഗവാൻ ഈ ഭക്തിയെ പറ്റിയല്ല പറയുന്നത്, ഭഗവാൻ നിഷ്കാമമായ പരമമായ ഭക്തിയെ പറ്റിയാണ് പറയുന്നത്. നമുക്കും ആ പരമമായ ഭക്തി ലഭിക്കാൻ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഓം അമൃതേശ്വരിയെ നമഃ.